ഇത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചുരിദാർ ഇടുന്നത് എന്തോ വലിയ മഹാഭാവമായി കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അമ്മ, അതായത് എല്ലാവരും അല്ല, ചില സാരി ഉടുത്ത ആൾക്കാർ പെട്ടെന്ന് ചുരിദാർ ഇട്ട് കാണുമ്പോൾ അമ്മ പറയും, ഓ അവരുടെയൊക്കെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്കിപ്പോൾ ചുരിദാർ വേണം. ഞാൻ പറഞ്ഞിട്ടാണ് മേടിച്ചേ. ആണ്, ഞാൻ അമ്മ പറഞ്ഞിട്ടാ മേടിക്കുന്നത്. എന്താ അങ്ങ് പിണങ്ങല്ലേ? ചുട്ടു പിണങ്ങ. എന്തിനാ അമ്മ? എനിക്ക് ആഗ്രഹമില്ല അമ്മ ചുരിദാർ ഇട്ട് കാണണമെന്ന്. 2 മാസം മുന്നേ പറഞ്ഞപ്പോ പറഞ്ഞത് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ചുരിദാർ ഇടത്തില്ലെന്ന്. ചിലപ്പോഴങ്ങനെ മാറ്റി പറയേണ്ടി വരും അല്ലേ കളെ? പേടിച്ചു പോയി ഇത് കേട്ടോ. കണ്ണാടി കണ്ടിട്ട് ആരാ കിക്കിടു ചാച്ച പറഞ്ഞ ചാച്ച. അങ്ങനെ ഞങ്ങൾ ഇന്ന് സുലഭയ്ക്ക് ചുരിദാർ എടുക്കാൻ പോവാ. ഇന്ന് കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ട് ഇവിടെ, പിന്നെ ഉഷമയൊക്കെ വരുന്നുണ്ട്. അതല്ലാണ്ട് വേറെ കുറച്ച് വിരുന്നുകാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പോകണം. ഉണ്ടായിട്ടാ ഞങ്ങൾ ബിരിയാണി വെക്കാനുള്ള സാധനം മേടിക്കണം. പിന്നെ സുലഭയുടെ ചുരിദാർ അത്. അപ്പോൾ നമ്മൾ നാളത്തെ, അതായത് നാളത്തെ പറയുമ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ സുലഭ മോസ്റ്റ് മോഡേൺ ലേഡി ഗേൾ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഓ അച്ചാ അച്ചാ അവിടെ ഇരിപ്പുണ്ട്. ചാച്ചാ എന്തോ 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 ചാച്ചൻ. അമ്മേന്റെ കയ്യിൽ എന്താ ചാച്ചൻ? ആരാ അമ്മേന്റെ കയ്യില്? ചാച്ചനൊരു ഉമ്മ കൊടുത്തേ. ഉമ്മ. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് സുലുവമ്മയുടെ ഫാഷൻ ഷോ ആണ്. അങ്ങനെ ഇന്ന് വരെ ചുരിദാർ ഇട്ടില്ലാത്ത സുലുവമ്മയുടെ ആഗ്രഹപ്രകാരം സുലുവമ്മ ചുരിദാർ ഇടാൻ പോവുകയാണ്. ഇന്നലെ നമ്മൾ പോയിട്ട് ചുരിദാറൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ഉച്ച വരെ ഫുഡ് ഉണ്ടാക്കലും കാര്യമൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലായിരുന്നു. അപ്പോൾ കണ്ണാപ്പി ഉണ്ട്, എല്ലാവരും ഉണ്ട്. കുഞ്ഞാവ് മാത്രം ഇവിടെ ഇല്ല. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അതായത് മേക്കപ്പും മേക്ക് ഓവറും കാര്യങ്ങളും ഒന്നുമല്ല, ജസ്റ്റ് ചുരിദാർ ഇടുന്നു. അത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ അച്ചാച്ചി സീതത്തോട്ടിരുന്ന് ഞെട്ടും ഇന്ന് ഭാര്യനെ കണ്ടിട്ട്. അച്ചാച്ചി എന്ന് പറയും എന്ത് പറയുന്നതാണ് അമ്മയുടെ ഒരു വിഷമം. എന്താവുന്നു അച്ചാച്ചി പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളായിട്ട് കുഴപ്പമില്ല. കിടു ഇനി ഞെട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സുലഭമ്മേനെ കണ്ടിട്ട്. എവിടെയാ ഇതാരാ നോക്കിയേ? കണ്ടിട്ട് കുറച്ച് നാളായില്ലേ? ഈ ചെക്കനെ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ചെക്കൻ മാത്രമല്ല, ചെക്കൻ്റെ അമ്മയുണ്ട് ഇവിടെ. അമ്മ സുലഭമ്മ ഒരുക്കുക. 2 വാക്ക് പറയൂ ആരാധകർക്ക് വേണ്ടി. ഞാൻ പിടിച്ചോളാം. അത് ചോദ്യമല്ലേ, നീ നിന്റെ അഭിപ്രായം പറയും. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? വയനാട്ടിലെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? നല്ല ചൂടാണ് ഇവിടെ. അങ്ങനെ പറയില്ല, നല്ല തണുപ്പാന്ന് പറ. വയനാട്ടിൽ വൈകുന്നേരം നല്ല തണുപ്പാണ്, പകല് നല്ല ചൂടുണ്ട്. അതെ, ഇവിടുത്തെ കാലാവസ്ഥ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാണ്. അതെ അതെ അതെ. പരമാവധി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ച് സീതത്തോട് പോകുന്നുണ്ട്. അതെ, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. വീട് പുൽപ്പള്ളി മാർക്കറ്റ് വീട്, ഈ 2 എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്. പിന്നെന്താ എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നാണമൊക്കെ വരുന്നുണ്ടല്ലോ ചെറുതായിട്ട്. ഇല്ല, ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നുള്ളൂ. ഇന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. വേണ്ട, അത് മുറ്റത്ത് മതി. നാണിച്ചിട്ട് വരുന്നില്ല ഇങ്ങോട്ട്. നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. കൊള്ളാലോ. കണ്ണന്റെ മുന്നിൽ രമേശി ധാരാ നോക്കിയേ. പെട്ടെന്ന് മനസ്സിലായില്ല ആരാന്ന്. വിഷ്ണുട്ട ഇതാരാ നോക്കൂ. ആദ്യമായി ഷോള് വേണോ? ഷോളിട്ടോട് മറ്റേ പാട്ടിട്ട് കൊടുക്കാം. I'm in love with the കുലസ്ത്രീ. അടാനൊരു വീഡിയോ കോൾ ചെയ്യാൻ പറയട്ടെ. സേഫ്റ്റി പിൻ ഉണ്ടേ, കുത്തി കൊടുക്കാം. ഇങ്ങനെ പൊതിയല്ല, ഇങ്ങനെ ഇട്ടാൽ പൊട്ടൂടെ ഉണ്ടായിരുന്നു. വെച്ചു കൊടുക്ക. പൊട്ടുണ്ട വിചാരിച്ചല്ലേ സുന്ദരിയായി അല്ലേ? ചുരിദാർ ഇട്ട് മറിഞ്ഞു വീഴാതെ. സാരി ഇട്ട് തട്ടു വീഴൂല, പിന്നെ ചുരിദാർ ഇട്ട് മറിഞ്ഞു വീഴുന്നേ. എന്താ തോന്നുന്നേ? അടിയിലൊന്നും ഇല്ലാത്ത പോലെ തോന്നുന്നു. ഈ ചെരുപ്പ് ഇവനായിട്ട് പെറുക്കി ഇവിടെ കൊണ്ടിട്ടേ. ചപ്പ് കുപ്പ എല്ലാം ഉണ്ട്. മുടി അഴിച്ചിട്ടില്ല. ഒന്ന് കറങ്ങാവോ?
കറങ്ങ്. ആ ബാലൻസ് ഇല്ല, എന്നാ തിരിച്ചു പോ. കടന്നു വാ, ഇങ്ങോട്ട് നോക്ക്. ഇനി അങ്ങോട്ട് തിരിച്ചു പോ. അങ്ങോട്ട് പോ, കൂടിയെ പിടിക്കല്ല. അങ്ങോട്ട് തിരിച്ചു പോ, തിരിച്ചു പോ അങ്ങോട്ട്. അമ്മ അങ്ങോട്ട് നടന്നു പോ. ആരും കാണൂല, ആരും കണ്ടിട്ടില്ല, പ്രൈവറ്റ്. തിരി അങ്ങോട്ട് പോ. എന്നാ തിരിഞ്ഞിക്ക്. അങ്ങോട്ട് തിരി. പറഞ്ഞ പുറകോട്ട് നടക്കുന്നോ? അങ്ങോട്ട് പോ അമ്മ, അങ്ങോട്ടും തിരിഞ്ഞു പോ. അങ്ങോട്ട് തിരിഞ്ഞു പോ. അമ്മ എന്നെ കൊണ്ട് പറയ്ക്ക് വയ്യ അരയ്ക്കാൻ. അമ്മ തിരിഞ്ഞ് ഓടാനാണോ പറഞ്ഞേ? അമ്മ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ കഴിച്ചിട്ട് ആയി മധുരം വീഴാതിരിക്കാൻ നിൽക്കുന്നുണ്ടോ? വാ, ഇങ്ങോട്ട് വാ, എൻ്റെ അടുത്തോട്ട് വാ, എൻ്റെ അടുത്തോട്ട്. അതിന് ഇങ്ങോട്ട് തിരിയേ, ചിരിക്കേ, അങ്ങോട്ട് കറങ്ങ്. നാട്ടുവില് കയ്യും കൊടുത്താണോ നിൽക്കുന്നേ? എൻ്റെ കൈ ആ വാ. എങ്ങോട്ട് ഇടിച്ചു കയറി പോവാ? പതുക്കെ വാ. എന്തിനാ? വാ പതുക്കെ വാ. ആ ഒരു കറക്കം. കറങ്ങ് ഇങ്ങോട്ട് കറങ്ങ്. കളിയമ്മ ഇതൊന്നും കലക്കുമ്പോ അങ്ങ് ചുരുങ്ങും. നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് അമ്മൂമ്മ ചുരിദാറിട്ട കേറൂലേ? ഇതാ അടുത്ത വേഷത്തിൽ എൻ്റെ സുന്ദരി ഇറങ്ങി വരുന്ന നോക്കി. എന്നെ നോക്കൂ അമ്മ. ആരെ എവിടെ ഇടിച്ചു കയറി പോന്ന? പതുക്കെ വന്നാ മതി. കണ്ണാ നോക്ക് കണ്ണാ. ഇതിപ്പോ എന്ത് ഇത്? വയനാട് കത്തുമല്ലോ. ഏതാ ഈ ചെറിയ ചെറുപ്പക്കാരിന്ന്? കത്തിച്ചോ. നല്ല ഭംഗിയുണ്ട്. വെയിൽ കുഴപ്പമില്ല. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. എങ്ങനെ കണ്ണ കണ്ണ പോസ് പറഞ്ഞു കൊടുക്ക്. അത് പറഞ്ഞാ കിട്ടൂല്ല ഇതില്. ഞാൻ വോയിസ് കട്ട് ചെയ്യും. ദേണ്ട തെങ്ങും ചാരി നിൽക്കുന്ന പോലെ നിൽക്കുന്നു. ഇങ്ങനെ തൊട്ടത്തെ നിന്നാ മതി. മാങ്ങയിലേക്ക് നോക്കി. അമ്മയുടെ മുടി ഇങ്ങനെ തഴുകിക്കൊണ്ട് നിൽക്കേ. ഇങ്ങനെ ചിരിച്ചാ മതി, വർത്താനം പറയണ്ട. ചിരിക്കൂ. എടാ പൊട്ടക്കണ്ണ, കണ്ണാടി കണ്ണ് കാണുന്നിന്നെ. ചിരിക്കേ. ചിരിക്കാത്ത എന്താ ഇത്? അമ്മയുടെ ഈ സൗന്ദര്യം കണ്ട ആൾക്കാർ ഞെട്ടണം. ഇതുവരെ ഒളിച്ചു വെച്ച അച്ചാച്ചി ആദ്യം ഞെട്ടണം. അല്ല അമ്മ ഇങ്ങനെ മുടി ഇങ്ങനെ വേ. അമ്മേ മുടി ഇങ്ങനെ വേ. അതിന് ഈ ഒരു കൈ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും. ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ അതൊക്കെ ചിരിക്കൂ. സ്മൈൽ. ഇങ്ങോട്ട് നോക്കമ്മേ. ക്യാമറ മാത്രം നോക്കിയാൽ മതി. സുന്ദരി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും ഉണ്ട്. അതെ ഉഷയമ്മ കണ്ടില്ലെന്ന് പറഞ്ഞത്. അതേ ഉഷയമ്മ ഇരിക്കുന്നു. എല്ലാരും പറയുന്നുണ്ട് ഹായ്. നേരെ നോക്കിയത് എല്ലാത്തിലും സൂപ്പർ. ഇതാ അതിങ്ങനെയാ. പൊട്ട എവിടെയാ? ആ എന്താ ഭംഗി നോക്കി ചുരിദാറ്. ചിരിച്ചേ. അവിടേക്ക് ചിരിക്ക്. വർത്താനം പറയല്ല, അത് വീഡിയോയിൽ ശരിയാവില്ല. ചിരിക്ക്. ആക്കി ചിരിക്കാനല്ല പറഞ്ഞു. ആ എല്ലാത്തിനും സമയം വരുന്നുണ്ട്. വേണ്ട അതിൻ്റെ അടിയിൽ കൂടെ ഓടുന്ന ഒരുത്തൻ. നിന്നെ കാണത്തേ ഇല്ല. ശരിയാ, നീ ചെറുതാണല്ലോ. ചിരിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് വാ. ഇനി ഇറങ്ങി വാ. ചിരിക്കേ. ചിരിച്ച് ഇങ്ങോട്ട് നോക്കിയേ.
അപ്പളെ പുച്ഛഭാവം കാണിക്കണം. ഒന്ന് ചിരിച്ചേ. ഇതുപോലെ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോന്ത കൊള്ളൂല, അതാവില്ല, ഇങ്ങനെ കാണിക്കല അങ്ങനെ കാണിക്കല. സുഖമുണ്ടോ? ക്യാമറയുടെ മുന്നിൽ സുഖമുണ്ടോ? നിൽക്കി അങ്ങനല്ല. എന്തെങ്കിലും ഒരു വീഡിയോ നിനക്ക് എടുത്തിട്ടോടെന്ന് ചോദിക്കുമല്ലോ, എങ്ങനെയുണ്ട് മുന്നിൽ നിന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവരും നമ്മളെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ണാടി വെച്ച് കഴിക്കുന്ന നോക്കി. ആ ഇതടിപൊളിയാ. അയൽക്കൂട്ടം കഴിഞ്ഞ് വരുന്ന നോക്കി. അയൽക്കൂട്ടത്തിൽ എല്ലാവരുടെ പാത്രം കൊണ്ടുവന്ന്. ഇല്ല, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. പൈസ ഉണ്ട് തരാനാ. എത്ര വയസ്സ് പറഞ്ഞെന്നറിയോ? കണ്ടാ കണ്ടാ എല്ലാവരും പറയുന്നത് കേട്ടാ. ഇതാ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ എന്താ, ചുരിദാറൊക്കെ ഇട്ടാ നാട്ടുകാർ പറഞ്ഞ ഞാൻ അഹങ്കാരിയാന്നല്ലേ പറഞ്ഞില്ലേ? ഇപ്പൊ കണ്ടോണം എല്ലാരും പറഞ്ഞ നല്ല നല്ല ആ പറയുന്നവര് പറയാം. അതോടിട്ട് എടുക്കാം നമുക്ക്. എന്നാ അത് സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാം. നീല അതിന് ഇട്ടോണ്ടിറങ്ങുമ്പോ അതിന്റെ വീഡിയോ. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട്. ഇതാര് കളിയാക്കാൻ വേണ്ടിട്ട് കാണ്. നോക്ക് എന്താണ് സ്വന്തം വീഡിയോ പറ്റിയാ കൊള്ളാം. എന്നിട്ട് അത് പുറത്ത് കാണിക്കാണ്ടിരിക്കുന്ന നോക്കിയേ. അത് ഞാനിപ്പോ ഒന്ന് യൂട്യൂബിൽ ഇടണം. അല്ല 2000 വ്യൂ അമ്മ തന്നെ തരും. അമ്മ തന്നെ നോക്കി നോക്കിയിരിക്കും. ഇടാനാ നോക്ക്. അത് തന്നെ ഒന്നും ഇല്ലാത്തോണ്ട ചേട്ടെ. ആ അത് തന്നെ മുടിയൊക്കെ കാണട്ടെ. ഞാൻ ഇതിലെ ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ രണ്ടാമത്തെ ചേച്ചി ഇപ്പൊ പറയുവാണ്, അന്ന് ആ മുടി ഇന്ന് ഇങ്ങോട്ട് മുന്നോട്ട് എടുത്തൊരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി, അതിപ്പോ കാണാമായിരുന്നു. അത് പറഞ്ഞാണോ ഇപ്പൊ സുലഭന്റെ മുടി എല്ലാവരും കാണട്ടെ. അതെ, ഇനി ആലോചിക്കും അടുത്ത എന്ത് വീഡിയോ ഇടണമെന്ന്. നമ്മള് പറയണം കമന്റില് മുടിയുണ്ടല്ലോ എന്ന് കണ്ണം പോവാട്ടാ. എങ്ങനെ ഉണ്ടമ്മ വീഡിയോ? കളിയാക്കിയ പോലെ ഈ എല്ലാരും ഇപ്പൊ പറയണം കൊള്ള. പിന്നെ വന്നിരിക്കുക അല്ല കാണാൻ വന്നിരിക്കുക. കാണണ്ട, കാണിക്കുന്നില്ല. എനിക്കൊരു ബർത്ത്ഡേ